നമസ്കാരം. ശക്തമായ ഭൂചലനത്തിന്റെ വാർത്തകൾ കേട്ടുകൊണ്ടായിരുന്നു രാജ്യതലസ്ഥാനം ഇന്നലെ ഉറക്കമുണർന്നത്. ഡൽഹി കുലുങ്ങിയത് ഒന്നല്ല 2 വട്ടമാണ്. ഡൽഹിയിൽ റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇന്നലെ ഉണ്ടായത്. വളരെ കാലത്തിന് ശേഷമാണ് ഇത്രയും തീവ്രതയേറിയ ഭൂചലനം ഉണ്ടാകുന്നതെന്നതാണ് സംഭവത്തിന് വാർത്താ പ്രാധാന്യം ഏറാനുള്ള കാരണം. ഇതാളുകളെ വളരെയധികം പരിഭ്രാന്തിയിൽ ആഴ്ത്തിയിട്ടുമുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഡൽഹിയിൽ ഭൂചലനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സംഭവം ശാസ്ത്ര ലോകത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ സംഭവത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ബാബ വാങ്കയുടെയും നോസ്ട്രദാമസിന്റെയും പ്രവചനങ്ങളെ കുറിച്ചാണ്. ഈ വർഷം അതിശക്തമായ ഭൂചലനം ഉണ്ടാകുമെന്നും ലോകത്ത് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നുമായിരുന്നു ഇരുവരുടെയും പ്രവചനം. അതിനാൽ ഇരുവരുടെയും പ്രവചനം സത്യമാവുകയാണോ എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. 2025 നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടുമെന്നാണ് നോസ്ട്രദാമസ് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയെ സാരമായി ബാധിക്കുമെന്നും നോസ്ട്രദാമസ് പ്രവചിക്കുന്നു. കടുത്ത ചൂട് ആർട്ടിക്കിലെയും അന്റാർട്ടിക്കിലെയും ഐസ് ഉരുകുന്നതിന് കാരണമാകും. ഇത് പ്രളയം, വരൾച്ച, കാട്ടുതീ എന്നീ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം നോസ്ട്രദാമസിന്റെ വാക്കുകളോട് ചേർന്ന് നിൽക്കുന്നതാണ് ബാബ വാങ്കയുടെ പ്രവചനവും. നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഈ വർഷം ഉണ്ടാകും. യൂറോപ്പിനെ യുദ്ധമില്ലാതാക്കും, ഏഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുമെന്നിങ്ങനെ പോകുന്നു വാങ്കയുടെ പ്രവചനങ്ങൾ. ഈ വർഷം ആരംഭിച്ചപ്പോൾ തന്നെ ഇരുവരുടെയും പ്രവചനങ്ങളിൽ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. തായ്വാനിലുണ്ടായ ഭൂചലനവും ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതേ പട്ടികയിലാണ് ഡൽഹിയിലുണ്ടായ ഭൂചലനത്തെയും ആളുകൾ ഉൾപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും സമാനമായ പ്രകൃതി ദുരന്തങ്ങൾ ഇന്ത്യയെ വേട്ടയാടുമെന്നാണ് ഉയരുന്ന സംശയം. ഡൽഹി ഹരിദ്വാർ പർവ്വതനിരയ്ക്കും ഡൽഹി മൊറാദാബാദ് ഫോൾട്ടുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ തുടർച്ചയായ ഭൂകമ്പങ്ങളിലൂടെ സാധ്യതയുണ്ട്. കഴിഞ്ഞ 3 നൂറ്റാണ്ടിനിടെ ആദ്യമായിട്ടാണ് രാജ്യതലസ്ഥാനം പ്രഭവ കേന്ദ്രമായി ഭൂകമ്പം ഉണ്ടാകുന്നതെന്നാണ് ഭൂമിശാസ്ത്ര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. എന്നാൽ ഹിമാലയൻ മേഖലയിൽ പലയിടത്തായി പലപ്പോഴായി ഉണ്ടായ ഭൂകമ്പങ്ങളുടെ പ്രകമ്പനം ഡൽഹിയിലും അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തുടർ പ്രകമ്പനങ്ങൾ പക്ഷേ ഡൽഹിയെ കാത്തിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. ഇന്ത്യൻ ഫലകവും യൂറോപ്യൻ ഫലകവും കൂട്ടിയിടിക്കുന്നത് മൂലമാണ് ഹിമാലയം ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ മേഖലയിൽ അടിക്കടി ഭൂകമ്പം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 50 ദശലക്ഷം വർഷങ്ങളായി തുടർച്ചയായി നടക്കുന്ന ഒന്നാണ് ഈ കൂട്ടിയിടി. 1720 AD മുതൽ ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തോ അതിനടുത്തോ 5 ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 5.5 മുതൽ 6.7 വരെയായിരുന്നു അതിന്റെ തീവ്രത. ഡൽഹി ഹരിദ്വാർ പർവ്വത ശിഖരം, ഡൽഹി മൊറാദാബാദ് ഭൂഭ്രംശം എന്നിവ ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവ രണ്ടും റിക്ടർ സ്കെയിലിൽ 8 തീവ്രത വരെയുള്ള ഭൂകമ്പങ്ങൾക്കും അതുവഴി വൻ നാശനഷ്ടമുണ്ടാക്കാൻ കെൽപ്പുള്ളതാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് 30 കിലോമീറ്റർ ആഴത്തിൽ വരെ ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സജീവ ഭൂകമ്പ സാധ്യത മേഖലയാണ് ഹിമാലയൻ മേഖല. ഇവിടെ നിന്ന് 250 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഡൽഹി. അതിനാൽ തന്നെ ഹിമാലയൻ മേഖലകളിൽ വളരെ ദൂരെ നിന്നും സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളുടെ പ്രകമ്പനം ഡൽഹിയിലും അനുഭവപ്പെടും. ഡൽഹി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഭൂകമ്പ മേഖല ഭൂപടത്തിൽ ഭൂകമ്പ മേഖല 4ലാണ് രാജ്യതലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ 2ാമത്തെ ഉയർന്ന ഭൂകമ്പ മേഖലയാണിത്. എന്തായാലും ഇന്ദ്രപ്രസ്ഥത്തിന്റെ അടിത്തട്ടിലെങ്ങോ ഒരു ദുരന്തം ഒളിഞ്ഞിരിപ്പുണ്ടെന്നത് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ വസ്തുതകൾ.